മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ഗ്രാന്റ് തുക 53,000 കോടി രൂപയാണെന്നും ഈ തുക നൽകാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും നിയമസഭയിൽ രേഖകൾ സഹിതം പറഞ്ഞ സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് വന്നപ്പോൾ വെറും 13,000 കോടി മാത്രമേ കേരളത്തിന് നൽകാനുള്ളൂ എന്ന സത്യവാങ്മൂലം നൽകിയതായും തിരുവഞ്ചൂർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് UDF അടുത്ത സഭാ സമ്മേളനത്തിൽ അവകാശ ലംഘനം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 1-ാം തീയതി തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-ാം ഗഡു ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് MG യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. സർവകലാശാലകളിലെ തനത് ഫണ്ടും UGC ഗ്രാന്റും ഉൾപ്പെടെ സർക്കാർ ട്രഷറിയിലാക്കി വകമാറ്റി ചെലവഴിക്കുകയാണെന്നും അതിനാൽ അക്കാദമിക് നിലവാര തകർച്ച ഉണ്ടായിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് ER അർജുൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി G പ്രകാശ്, കോൺഗ്രസ് ഏറ്റുമാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ, DCC എക്സിക്യൂട്ടീവ് അംഗം KG ഹരിദാസ്, അതിരമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജൂബി ജോസഫ് ഐക്കരക്കുടിയിൽ, സംസ്ഥാന പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മെമ്പർ B മോഹനചന്ദ്രൻ, എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജോസ് മാത്യു, ജോർജ് വർഗീസ്, A മുരളീധരൻപിള്ള, M പത്മകുമാരി, VS ഗോപാലകൃഷ്ണൻ നായർ, MK പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു.